ഹായ്, എന്നെ കേൾക്കുന്ന നിങ്ങൾ പലർക്കുമുള്ള ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? നിങ്ങളുടെ കഴുത്തിൽ തുടങ്ങി കൈയുടെ അറ്റം വരെ വരുന്ന ഒരു മരവിപ്പ്, അല്ലെങ്കിൽ വേദന, അല്ലെങ്കിൽ കൈക്ക് മൊത്തത്തിലുള്ള ബലക്കുറവ്, അത് എന്തുകൊണ്ടാണെന്നും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മൈ നെയിം ഈസ് റോസ്മേരി ഐസക്, ഐ ആം എ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ നമ്മുടെ കഴുത്തിൽ തുടങ്ങി നമ്മുടെ കൈ വരെ മൊത്തത്തിൽ പോകുന്ന ബലക്കുറവിനെയും കുത്തിപ്പറിക്കുന്ന പോലെയുള്ള ഫീലിങ്ങിനെയും എല്ലാം വരുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് പോകുന്ന നരമ്പുകൾക്ക് കംപ്രഷൻ വരുന്നത് കൊണ്ടാണ്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലേക്ക് പ്രധാനമായും 3 നരമ്പുകളാണ് കഴുത്തിൽ നിന്ന് പോകുന്നത്: മീഡിയൽ നെർവ്, റേഡിയൽ നെർവ്, അൾനാർ നെർവ്. ഈ ഓരോ നെർവുകളിനെയും സ്പെസിഫൈഡ് സപ്ലൈയും അതിനുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള എക്സസൈസുകളും ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴുത്തിൽ നിന്ന് ഇത് കയ്യിലേക്ക് പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വെച്ച് ഈ നരമ്പിനൊരു അമർന്ന്, അതായത് കംപ്രഷൻ വന്നു കഴിഞ്ഞാലാണ് ഈ സിംറ്റംസ് കാണിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും കാണിക്കും. അതുകൂടാതെ കഴുത്ത്, തോൾപ്പലക, ഷോൾഡർ തുടങ്ങിയവിടുത്തെ മസിലിൻ്റെ ബലക്കുറവ് കാരണമോ, അല്ലെങ്കിൽ അവിടുത്തെ മസിൽസ് ഓവർ ആക്ട് ചെയ്യുമ്പോൾ ആ മസിൽസ് അതിൽ കൂടെ പാസ് ചെയ്യുന്ന നെർവിൻ്റെ കംപ്രഷൻ വരുന്നത് കാരണം ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി വേറൊരു റീസൺ പറയുകയാണെങ്കിൽ thoracic outlet syndrome എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ വിശദമായി പറയാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ഈ കോളർ ബോണും നമ്മുടെ ഫസ്റ്റ് വാരിയലും ആദ്യത്തെ വാരിയലിനെയും കൂടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ നെർവിന് വരുന്ന കംപ്രഷൻ, ആ ഒരു കംപ്രഷൻ കാരണവും ഈ സിംറ്റംസ് വരാം. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത്. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ലോങ് സിറ്റിങ്ങിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ തന്നെ നമ്മുടെ സ്ക്രീൻ വരിക, നമ്മുടെ അപ്പർ ലിംബ് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇരുന്ന് വേണം ജോലി ചെയ്യാൻ വേണ്ടി. കൂടാതെ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് വരുന്നവർ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക, ഒരു 20 മിനിറ്റ്സ് നെർവ് ഗ്ലൈഡിങ് ചെയ്യുക. കൂടാതെ നെക്ക്, ഷോൾഡർ, സ്കാപ്പുലർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്കിത് വരുന്നത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ വരും വീഡിയോകളിൽ ഞാൻ ഇതിനുള്ള ഓരോ നെർവ്സിനുമുള്ള സ്പെസിഫൈ ആയിട്ടുള്ള എക്സസൈസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.